അപ്പോൾ ആ കാലഘട്ടത്തിൽ അവിടെ ജീവിക്കാത്ത ഒരാൾ, അതിൻ്റെ നേരനുഭവം ഇല്ലാത്ത ഒരാൾ, അതിൻ്റെ ഒരു സോഷ്യൽ മെമ്മറി ഇല്ലാത്ത ഒരാൾ ഒരു നുണ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടൊരു സർഗ സൃഷ്ടി ഉണ്ടാക്കുന്നു എന്നുള്ളത് ഇത്തരത്തിൽ എല്ലാ രീതിയിലും ബോധമലിനീകരണം ഉണ്ടാക്കുന്ന ഒരു ഒരു വലിയ ഗ്രൂപ്പായിട്ട്, ഒരു വലിയ ഐഡിയോളജിയുടെ ഭാഗം തന്നെയാണ് ഇത്തരത്തിലുള്ള ബോധമലിനീകരണം ഫാസിസ്റ്റുകൾ എല്ലാ കാലത്തും നടപ്പിലാക്കിയിട്ടുള്ളത്. എല്ലാവർക്കും സ്നേഹം. ഈ സത്യാനന്തര കാലത്ത് ഇന്ത്യയിൽ ജീവിക്കുന്ന ആളുകൾ വലിയ തോതിൽ ബോധമലിനീകരണത്തിൻ്റെ ഇരകളായിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. നേരത്തെ ഗോപിച്ചേട്ടൻ പറഞ്ഞതുപോലെ ഈ സത്യാനന്തര കാലത്ത് മാത്രമല്ല ഇത്തരം നുണപ്രചരണങ്ങൾ അല്ലെങ്കിൽ ബോധമലിനീകരണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇത് ഫാസിസ്റ്റുകളുടെ ഒരു ആയുധമായിട്ട് അവർ ഉത്ഭവിച്ച കാലം മുതൽ തന്നെ അത് അവരുടെ ഒരു ടൂളായിട്ട് അവരെല്ലാ കാലത്തും ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ പോസ്റ്റ് ട്രൂത്ത് കാലം അതിന് ഒരു അടിവളമായി തീർന്നു. ഇന്ത്യയിൽ പ്രത്യേകിച്ചും ഈ 10 വർഷക്കാലത്തിൽ അത്തരത്തിലുള്ള നുണപ്രചരണങ്ങൾ, ബോധമലിനീകരണങ്ങൾ ആളുകളെ തമ്മിൽ അടുപ്പിക്കുന്ന രീതിയിൽ, ഇടകലർന്ന് ജീവിക്കുന്ന ആളുകളുടെ ജീവിതത്തെ അടർത്തുന്ന രീതിയിലുള്ള ബോധമലിനീകരണങ്ങൾ നിരന്തരം നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിത്യവും എന്നോണം അത്തരത്തിലുള്ള വാർത്തകൾ നാം വായിക്കുന്നു, കാണുന്നു, അറിയുന്നു. ഇപ്പോൾ 1948 ജാനുവരി 30 ഗാന്ധിയെ കൊല്ലാൻ ഈ ഗൂഢസംഘം പദ്ധതിയിട്ട സമയത്ത് പോലും ഇങ്ങനെയുള്ള ഒരു ദുരന്തം ഉണ്ടായാൽ ആ ദുരന്തത്തെ പോലും എങ്ങനെയാണ് ഒരു നുണപ്രചരണത്തിലൂടെ ആളുകളെ തമ്മിൽ അടുപ്പിക്കുന്ന ഒരു പദ്ധതിയാക്കി തീർക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് ചരിത്രത്തിൽ തന്നെയുണ്ട്. 1948 ജനുവരി 30 ഗാന്ധിയെ കൊല്ലാൻ പ്ലാൻ ചെയ്ത സമയത്ത് എങ്ങനെ കൊല്ലണം എന്നുള്ളതിൻ്റെ ഒരു വലിയ ചർച്ച ആ മുറിയിൽ വെച്ച് നാരായണ ആപ്തയും ഗോഡ്സെയും കാർക്കറയും അടങ്ങുന്ന മൂവർ സംഘം വളരെ ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്ത സമയത്ത് ഇവർ 3 പേരിൽ ഉണ്ടായ ഒരു ഏകപക്ഷീയമായ ഒരു തീരുമാനമെന്ന് പറയുന്നത് ഗാന്ധിയെ കൊല്ലാൻ പോകുമ്പോൾ ഒരു പർദ്ദ അണിഞ്ഞുകൊണ്ട് പോയിട്ട് വെടിവെക്കാമെന്നുള്ളതായിരുന്നു. അപ്പോൾ അത് തന്നെ ഒരു നുണപ്രചരണമായിട്ട്, ഒരു ബോധമലിനീകരണമായിട്ട് എങ്ങനെയാണ് വേഷം മാറി ഒരു ന്യൂനപക്ഷ സമുദായത്തിൻ്റെ ഐക്കണായ ഒരു പർദ്ദ അണിഞ്ഞുകൊണ്ട് പോയി വെടിവെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ വെടിവെച്ച ഒരാൾ ഈ ഗാന്ധിയെ കൊന്നത് ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളാണ് എന്നുള്ള ഒരു പ്രചരണം വരികയും ആളുകൾ തമ്മിലടിക്കുകയും ഇന്ത്യ ഇവരുടെ ബോധമലിനീകരണത്തിന് അനുകൂലമായ ഒരു ഭൂമികയായി തീരുകയും ചെയ്യുന്ന ഒരു സ്വപ്നം അത്തരത്തിലുള്ളൊരു ബോധമലിനീകരണത്തിൻ്റെ പിറകിലുണ്ടായിരുന്നു. അപ്പോൾ ഇത് മാത്രമല്ല, അങ്ങനെ ഈ പദ്ധതി പൊളിയാനുള്ളൊരു കാരണം ഏറ്റവും എളുപ്പത്തിൽ പർദ്ദയുടെ പോക്കറ്റിൽ നിന്ന് തോക്ക് എടുത്ത് വെടിവെക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു ഘട്ടം അവർ ഒരു പർദ്ദ അണിഞ്ഞുകൊണ്ട് ഒരു ട്രയൽ ആ മുറിയിൽ വെച്ച് നടത്തുകയും വാങ്ങി. CPE എന്ന് പറയുന്ന സ്ഥലത്ത് അല്ലേ, കൊണാട്ട് പ്ലേസിൽ ചാന്ദിനി ചൗക്കിൽ പോയി അന്നത്തെ 50 രൂപ കൊടുത്താണ് ആ പർദ്ദ വാങ്ങിയത്. അപ്പോൾ ഞാൻ ഇത് എഴുതുമ്പോൾ ഞാൻ ആലോചിച്ചത്, അന്ന് ഇന്ത്യയുടെ വിനിമയത്തിൽ ഉപയോഗിക്കുന്ന രൂപയ്ക്ക് ഗാന്ധിയുടെ അടയാളം ഉണ്ടായിരുന്നു ആ നോട്ടിലെന്നാണ്. കാരണം ഗാന്ധിയെ കൊല്ലാൻ പോകുന്ന ആളുകൾ വാങ്ങാൻ പോകുന്ന ഒരു വസ്തു വാങ്ങുന്നത് തന്നെ ഗാന്ധിയുടെ രൂപമുള്ള ഒരു നോട്ടിലായിരിക്കുമെന്നുള്ളൊരു ചിന്ത എനിക്ക് ആ സമയത്തുണ്ടായിരുന്നു. എങ്ങനെ നുണപ്രചരണം ഈ തുടക്കകാലത്തിൽ തന്നെ ഇവരുടെ ഒരു ടൂളായിട്ട് മാറിയിട്ടുണ്ട്. അത് ഈ കഴിഞ്ഞ 10 വർഷക്കാലത്ത് ഈ ഭരണകൂടം തന്നെ വലിയ രീതിയിൽ നുണ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു യന്ത്രമായി തീർന്ന കാഴ്ചയാണ് നാം കണ്ടിട്ടുള്ളത്. ഇപ്പോൾ സവർക്കറെ കുറിച്ച് ചേട്ടൻ പറഞ്ഞ സമയത്ത് ഞാൻ ഓർക്കുകയായിരുന്നു, ഈ നുണപ്രചരണത്തിൻ്റെ വലിയ ഒരു അപ്പോസ്തലനായിട്ട് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൽ സവർക്കർ നിൽക്കുമ്പോൾ അദ്ദേഹം തൻ്റെ സർഗപ്രക്രിയ പോലും അത്തരത്തിലുള്ള നുണപ്രചരണങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിച്ചത്. ഇപ്പോൾ മലബാർ കലാപത്തെക്കുറിച്ചുള്ള ഒരു നോവൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഈ കേരളത്തിൽ സന്ദർശിച്ചിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ് അല്ലേ? തിരുവിതാംകൂർ വന്നിട്ടുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ അവിടെ ജീവിക്കാത്ത ഒരാൾ, അതിൻ്റെ നേരനുഭവം ഇല്ലാത്ത ഒരാൾ, അതിൻ്റെ ഒരു സോഷ്യൽ മെമ്മറി ഇല്ലാത്ത ഒരാൾ ഒരു നുണ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടൊരു സർഗ സൃഷ്ടി ഉണ്ടാക്കുന്നു എന്നുള്ളത് ഇത്തരത്തിൽ എല്ലാ രീതിയിലും ബോധമലിനീകരണം ഉണ്ടാക്കുന്ന ഒരു വലിയ ഗ്രൂപ്പായിട്ട്, ഒരു വലിയ ഐഡിയോളജിയുടെ ഭാഗം തന്നെയാണ് ഇത്തരത്തിലുള്ള ബോധമലിനീകരണം ഫാസിസ്റ്റുകൾ എല്ലാ കാലത്തും നടപ്പിലാക്കിയിട്ടുള്ളത്. ഇപ്പോൾ മോദി ഭരണത്തിന് കീഴിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈ അടുത്ത് ഒറീസയിൽ നടന്നിട്ടുള്ള ഈ ട്രെയിൻ ട്രാജഡി ഈ നടന്ന സമയത്ത് അവിടെ 250ഓളം ആളുകളാണ് ആ ഒരു ട്രാജഡിയിൽ മരണപ്പെട്ടത്.
അങ്ങനെ മരണപ്പെട്ട ആളുകളെ പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് 250ഓളം മൃതദേഹങ്ങൾ ഒറ്റയടിക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് ഈ ഭരണകൂടം ഇടപെട്ടിട്ട് തെരഞ്ഞെടുത്തത് അവിടെ ദളിത് വിദ്യാർത്ഥികൾ കൂടുതലായിട്ട് പഠിക്കുന്ന ഒരു വിദ്യാലയത്തെയായിരുന്നു. ആ വിദ്യാലയത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അത് ഈ ബോധമലിനീകരണത്തിൻ്റെ ഭാഗമായി ഈ ട്രെയിൻ അപകടം നടന്ന സ്ഥലത്ത് ഒരു പള്ളി ഉണ്ടായിരുന്നു. ആ പള്ളിയുടെ ചിത്രം പ്രചരിപ്പിച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ഇവരുടെ ഹാൻഡിൽസുകൾ അത്തരത്തിലുള്ളൊരു ബോധമലിനീകരണം ആ ആക്സിഡൻറ്റ് നടന്ന ആ സമയത്ത് പോലും ചെയ്തത്. അത് പിന്നീട് നാം മനസ്സിലാക്കുകയാണ്, നൈതിക ബോധമുള്ള നീതിബോധമുള്ള കുറച്ച് ജേർണലിസ്റ്റുകൾ അവിടുത്തെ സിറ്റിസൺ ജേർണലിസ്റ്റുകളായി തീരുകയും അവർ അത് ഒരു പള്ളിയല്ല ഒരു അമ്പലമാണ് അത് എന്ന് അതിൻ്റെ ഒരു സത്യം പുറത്തേക്ക് വിടുകയാണ് ഉണ്ടായത്. അത് മാത്രമല്ല, ആ 250ഓളം ആളുകളെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തിരഞ്ഞെടുത്തത് ഈ സ്കൂളാണ് എന്നുള്ളതാണ്. എന്തുകൊണ്ട് ആ സ്കൂൾ തിരഞ്ഞെടുത്തു? അവിടെ ഒരുപാട് മറ്റ് സർക്കാർ മന്ദിരങ്ങളുണ്ടായിരുന്നു, ഹാളുകളുണ്ടായിരുന്നു. അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് കേന്ദ്രം എന്തിനാണ് ഇത്തരത്തിലുള്ള ആളുകളെ പോസ്റ്റ്മോർട്ടം നടത്താൻ ഈ സ്കൂൾ തിരഞ്ഞെടുത്തത് എന്ന് വെച്ചാൽ അത് ബോധമലിനീകരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ആയുധമാക്കാൻ വേണ്ടി കൂടിയായിരുന്നു. അതായത് ഒരു ദുരന്തത്തെ പോലും അത്തരത്തിൽ എൻകാഷ് ചെയ്യുന്ന രീതിയിലേക്ക് ഈ ഫാസിസ്റ്റുകൾ മാറിത്തീർന്ന ഒരു കാലമാണ് ഈ കഴിഞ്ഞ 10 വർഷക്കാലത്ത് നാം കണ്ടത്. എന്നിട്ട് ഈ പോസ്റ്റ്മോർട്ടം നടത്തിയ ആ വിദ്യാലയത്തിൽ മനഃപൂർവ്വം ഈ ഫാസിസ്റ്റ് ഡോക്ടർമാർ എന്ന് പറയുന്ന ഒരു കൂട്ടം മനുഷ്യഹീനരായിട്ടുള്ള ഡോക്ടർമാരെ ഇവർ നിയമിക്കുകയും ആ പോസ്റ്റ്മോർട്ടത്തിൽ പങ്കെടുത്ത അവർ ഈ 250ഓളം ബോഡികളിൽ നിന്നുള്ള ബ്ലഡ് സ്റ്റെയിൻസും ഇറച്ചി കഷ്ണങ്ങളും അവിടെ ബോധപൂർവം അവിടെ ഉപേക്ഷിക്കുകയാണ് ഈ ക്ലാസ് മുറികളിൽ. എന്നിട്ട് അവിടെ ഒരു 5G കണക്ഷൻ, ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പദ്ധതി എങ്ങനെയാണ് ബോധമലിനീകരണത്തിന് ഉപയോഗിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഈ സംഭവം. അങ്ങനെ അവിടെ ഈ ബോധമലിനീകരണത്തിൻ്റെ ഭാഗമായി ഇവിടെ ഈ സ്കൂളുകളിൽ ഈ ഇറച്ചി കഷ്ണങ്ങളും ഈ ബ്ലഡ് സ്റ്റെയിൻസും ഉള്ളതിൻ്റെ വാട്സപ്പിൽ ഇതിങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഒരു വ്യാജ പ്രചരണം ഉണ്ടാകുന്നു, ഇവിടെ പ്രേതങ്ങളുണ്ട് എന്നുള്ള വ്യാജ പ്രചരണം ഉണ്ടാകുകയാണ്. പാവം ഗ്രാമീണർ അവരുടെ കുട്ടികളെ അവിടേക്ക് പറഞ്ഞയക്കാൻ മടിക്കുകയും അങ്ങനെ അവിടെ കുട്ടികളില്ലാത്തൊരു വിദ്യാലയമായി, ഒരു ലിറ്ററലി പറഞ്ഞാൽ ഒരു പ്രേത വിദ്യാലയമായി അത് തീരുകയും പിന്നീട് അത് ഇടിച്ചു പൊളിക്കുകയും അവിടുത്തെ സ്റ്റേറ്റ് പറയാണ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഉടനെ തന്നെ ഒരു യുദ്ധകാല അടിസ്ഥാനത്തിൽ ഇവിടെ ഒരു വിദ്യാലയം പണിഞ്ഞു തരാമെന്ന് പറയുമ്പോൾ അവിടെ നശിപ്പിക്കപ്പെട്ടത് അംബേദ്കറുടെ റിയൽ സിഗ്നേച്ചറുള്ള അദ്ദേഹം ഉപയോഗിച്ച കുറേ പുസ്തകങ്ങൾ ഉണ്ടായിരുന്ന ഒരു ലൈബ്രറിയാണ്. നെഹ്റു തൻ്റെ കയ്യൊപ്പോട് കൂടിയിട്ട് കൊടുത്ത പുസ്തകങ്ങൾ ഉണ്ടായിരുന്ന ഒരു ലൈബ്രറിയാണ്. ഒരു ചരിത്രത്തെ ഒരു ദുരന്തത്തിലൂടെ എങ്ങനെയാണ് മായ്ക്കാൻ പറ്റുക എന്നുള്ളതിൻ്റെ ഒരു തെളിവും ബോധമലിനീകരണത്തിൻ്റെ തെളിവും അവിടെ വരികയാണ്. ഇത് മാത്രമല്ല, ഇങ്ങനെ ഉണ്ടാവുന്ന വാഗ്ദാനങ്ങൾ, വലിയ വലിയ വാഗ്ദാനങ്ങളാണ് ഇത്തരത്തിലുള്ള ബോധമലിനീകരണത്തിലൂടെ ഇവർ നൽകുന്നത്. ഇന്നേ വരെ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ഈ സായനത്തിൽ പോലും അവിടെ ഒരു വിദ്യാലയം കെട്ടിപ്പടുക്കാനുള്ള ഒരു തറക്കല്ല് പോലും അവിടെ ഇട്ടിട്ടില്ല എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ ബോധമലിനീകരണത്തിൻ്റെ വലിയ ടൂളുകൾ ഇവർ നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് മാത്രമല്ല, പക്ഷേ ഈ ബോധമലിനീകരണം ഇല്ലാത്ത ഒരു സ്ഥലം ഇന്ത്യയിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നുള്ളതാണ് അതിന് ഉത്തരം. അവിടെ ഫാസിസ്റ്റുകൾക്ക് ആധുനിക കാലത്ത് ഈ ഒരു സോഷ്യൽ ഹാൻഡിലുകളൊക്കെ ഉള്ള കാലത്ത് പോലും അവർക്ക് വലിയ വേരോട്ടം ഉണ്ടായിട്ടില്ല എന്നുള്ളതും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ബോധമലിനീകരിക്കപ്പെടാത്ത ഒരു ജനത എന്ന് പറയുന്നത്, നുണകളുടെ ഇരകളാവാത്ത ഒരു ജനത എന്ന് പറയുന്നത് വലിയ രീതിയിൽ സ്വാതന്ത്ര്യ ബോധമുള്ള ഒരു ജനതയായി നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് എനിക്ക് ബീഹാറിൽ നിന്നുള്ള റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഞാനൊരു ബീഹാറിൽ ജനിച്ച് വളർന്ന ഒരാളാണ്. UP ജയരാജൻ്റെ ബീഹാർ പോലുള്ളൊരു കഥ വായിച്ചിട്ട് സാഹിത്യത്തിലേക്ക് എഴുത്തിലേക്ക് ഒക്കെ ആകൃഷ്ടനായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ബീഹാറികൾ എന്ന് പറയുമ്പോൾ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരു 30 വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഇവിടെ കേരളത്തിൽ വന്ന സമയത്ത് ബീഹാറികൾ എന്ന് പറയുമ്പോൾ ഞാൻ ഈ നമ്മൾ സോക്കോൾഡ് മലയാളികൾ വളരെ ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകളാണെന്ന് പറയാം, പക്ഷേ ബീഹാറികൾ എന്ന് പറയുമ്പോൾ നാറികളാണ് എന്നുള്ള രീതിയിലുള്ള നെറേറ്റീവാണ് എനിക്ക് പലപ്പോഴും ഇവരെ വാദമുണ്ട്. അങ്ങനെ നാറികൾ എന്ന് ലോകം മുഴുവൻ ഇന്ത്യയിലുള്ള എല്ലാ സ്ഥലത്തെയും ആളുകളുടെ ഇടയിൽ ഒരു ചീത്തപ്പേരുള്ള ഒരു ജനതയിൽ നിന്നാണ് വലിയ പ്രതിരോധങ്ങൾ ഉണ്ടായത്. ഈ മാരി ഗ്രാമത്തിൽ നിന്നുള്ള ഒരു വലിയ ജനക്കൂട്ടത്തിൽ നിന്നാണെന്ന് നാം ഓർക്കണം. ഈ 10 വർഷക്കാലത്ത് മോദി ഇത്തരത്തിലുള്ള ബോധമലിനീകരണം നടത്തിയ ഒരു ഭരണകൂട ഭീകരത സൃഷ്ടിച്ച ഒരു സ്ഥലത്ത് നിന്ന് ഈ മാരി ഗ്രാമത്തിലുള്ള ആളുകൾ കർഷക തൊഴിലാളികളായിരുന്നു. അവിടെ കൃഷിയിൽ നിന്ന് അവർക്ക്
പണിയെടുത്ത് കിട്ടുന്ന കാശ് അവരുടെ നിത്യച്ചെലവിന് തികയാത്ത രീതിയിൽ അവരുടെ ജീവിതം ദുസ്സഹമായ ഒരു സ്ഥലത്ത് നിന്ന് ആണ് ഒരു നൈതിക ബോധമുള്ള ആളുകൾ ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. കാരണം അവിടെ ജോലിയില്ലാതെ പട്ടിണിയിൽ കഴിഞ്ഞ ആളുകൾ ജോലി തേടി അടുത്ത ഗ്രാമങ്ങളിലേക്ക് പോയി തുടങ്ങിയപ്പോൾ അവിടെ കുറച്ച് ന്യൂനപക്ഷങ്ങൾ ഉണ്ടായിരുന്നു, കുറച്ച് ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു, ബാക്കി മുഴുവൻ ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു, കുറച്ച് ആദിവാസികൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ ജോലി തേടി പോയി എല്ലാ ആളുകളും പോയി തുടങ്ങിയപ്പോൾ ഒരു സുപ്രഭാതത്തിൽ അവിടെ ഈ മുസ്ലിം സമുദായത്തിലുള്ള ആളുകൾ മുഴുവൻ ആ ഗ്രാമത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയുണ്ടായി. പക്ഷേ അവിടെ 200 വർഷം പഴക്കമുള്ള ഒരു പള്ളി ഉണ്ടായിരുന്നു. ആ പള്ളി ആ ആളുകളുടെ കൾച്ചറിൻ്റെ സ്നേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് ബാക്കിയുള്ള ആളുകൾ പ്രിസർവ് ചെയ്യാനുണ്ടായി. ആ പള്ളി നിത്യവും അടിച്ചു തുടച്ച് വൃത്തിയാക്കുകയും അവിടെ 5 നേരം റെക്കോർഡ് പ്ലെയർ വെച്ച് ബാങ്ക് വിളി അവർ റെക്കോർഡ് പ്ലേ ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ അവിടെ ഇല്ലാത്തൊരാളുകൾക്ക്, ആ മതവിശ്വാസികൾ ഇല്ലാത്തൊരു സ്ഥലത്ത് അവരുടെ സംസ്കാരത്തിൽ ഇതിനോടുള്ളൊരു ഐക്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ ആളുകൾ ഇത്തരത്തിൽ പെരുമാറുന്നു. ഇതേ സമയത്താണ് മലയാളിയായ ഒരാൾ രാമൻ്റെ പ്രതിഷ്ഠ ബാബറി മസ്ജിദിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി വെച്ചത് എന്ന് നാം ഓർക്കണം. അപ്പോൾ ബോധമലിനീകരണം ഏൽക്കാത്ത ഒരു ജനത, നാം വളരെ അപരിഷ്കൃതം എന്ന് വിചാരിച്ച ഒരു ജനതയിൽ നിന്ന് വലിയ റിവോൾട്ട് ഉണ്ടാകുന്നു, വലിയ ജനാധിപത്യ ബോധമുണ്ടാകുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി നിലനിർത്താനുള്ള ഒരു വലിയ സമരമുണ്ടാകുന്നു. പക്ഷേ നാം ഇപ്പോൾ പറഞ്ഞ ഈ സോക്കോൾഡ് എല്ലാത്തിനോടും സമരസപ്പെടാൻ വേണ്ടി മാത്രം കഴിഞ്ഞുകൂടുന്ന ഒരു ജനതയായി കേരള ജനത മാറിയത് കൊണ്ടാണ് ബോധമലിനീകരണത്തിൻ്റെ അടിമ. സത്യത്തിൽ ഇങ്ങനെ ഇല്ലിറ്ററേറ്റഡ് ആയിട്ടുള്ള ആളുകളല്ല. ഈ ഫാസിസ്റ്റുകളുടെ ബോധമലിനീകരണത്തിൻ്റെ അടിമ എന്ന് പറയുന്നത് ആധുനിക കാലത്ത് കേരളീയരാണ്. അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ ഇവിടെ അക്കൗണ്ട് തുറക്കില്ല എന്ന് പറഞ്ഞിട്ട് ആ അക്കൗണ്ട് നമ്മളായിട്ട് തുറന്നു കൊടുത്തതിൻ്റെ ഒരു ചരിത്രമാണ് ഈ പുതിയ കാല തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ കേരളത്തിൻ്റെ സംഭാവനയായിട്ട് നമുക്ക് ഭാവി കാല പൊളിറ്റിക്സിൽ പറയാനുണ്ടാവുക. അതിന് ഒരു പ്രധാന കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ ബോധമലിനീകരണത്തിന് അടിമപ്പെട്ട ആളുകൾ ഈ ബ്രാഹ്മണിക്കൽ ഐഡൻറ്റിറ്റി നമ്മുടെ ബ്രാഹ്മിൺസ് അല്ലാത്ത ആളുകളിൽ മറ്റ് ഇതര മതവിഭാഗങ്ങളുടെ ഉള്ളിൽ പോലും പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ക്രിസംഗിയ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വളരെ ലൈറ്റായിട്ട് സംസാരിക്കുന്ന അത്തരം ആളുകൾ ഒരു വലിയ വോട്ട് ബാങ്ക് ആവുകയും അവരുടെ ഒരു ആര്യൻ റേസ് പോലെയോ അല്ലെങ്കിൽ അത്തരത്തിലൊരു റോയൽ ബ്ലഡ് എന്നുള്ള രീതിയിലുള്ള ഒരു വോട്ട് ബാങ്കായി മാറുകയും ഒക്കെ ചെയ്തിട്ട് ഇത്തരത്തിലുള്ള പ്രതിലോമകരമായ ഒരു രാഷ്ട്രീയത്തിന് വലിയ വാതിലുകൾ തുറന്നു കൊടുത്തത് അത് ഈ ബോധമലിനീകരണത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ്. അപ്പോൾ എന്താണ് നമുക്ക് സംഭവിച്ചത്? നമ്മുടെ ഇവിടുത്തെ പൊളിറ്റിക്കൽ ലെഫ്റ്റ് സംഭവിച്ച ക്ഷതം അല്ല സത്യത്തിൽ നമ്മളെ വേദനിപ്പിക്കേണ്ടത് ബോധമലിനീകരണത്തിന് അടിമപ്പെട്ടു പോയ കൾച്ചറൽ ലെഫ്റ്റിൻ്റെ പതനമാണ്. അത്തരത്തിലുള്ള ഒരു കൾച്ചറൽ ലെഫ്റ്റിനെ തിരിച്ചു പിടിക്കേണ്ടത് ഇത്തരത്തിലുള്ള ഒരു സാഹിത്യ കൂട്ടായ്മയിലൂടെയും ഇത്തരത്തിലുള്ള വലിയ ഡിബേറ്റുകളുടെയും ഇത്തരത്തിലുള്ള വലിയ ഇൻസൈറ്റുകൾ ഉണ്ടാവുന്ന എഴുത്തുകാർ, ആക്ടിവിസ്റ്റുകളാവുമ്പോൾ കവികൾ ക്രാന്തദർശികളാണ് എന്നാണ് നാം പറയുക. അങ്ങനെ തൻ്റെ കവിജീവിതം മാറ്റിവെച്ചുകൊണ്ട് ഒരു സമരത്തിൻ്റെ പാതയിൽ ഒരു വലിയ ടാസ്ക് ഏറ്റെടുക്കുകയും ചെയ്ത ഗോപിച്ചേട്ടനുമായിട്ടുള്ള ഇത്തരത്തിലുള്ളൊരു സംസാരം അത്തരത്തിലുള്ളൊരു കൾച്ചറൽ ലെഫ്റ്റിനെ തിരിച്ചു പിടിക്കാനുള്ള ഒരു സാംസ്കാരിക പ്രവർത്തനമായിട്ട് അത്തരത്തിലുള്ള പുസ്തകങ്ങൾ, കൃതികൾ മാറും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഇത്തരം കൃതികളൊക്കെ തന്നെ ബോധമലിനീകരണത്തിനെതിരെയുള്ള വലിയ ഒരു സാംസ്കാരിക ഓർമ്മയായിട്ടും ഒരു സാമൂഹിക ഓർമ്മയായിട്ടും നിലനിൽക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതാണ് നമ്മുടെ പ്രതീക്ഷ.